അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഫാമിലി, കയോട്ടിക് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര അറ്റൻഷനോ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ടോ കിട്ടാതാവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവരിത് ദേഷ്യം എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. കുഞ്ഞുങ്ങൾ ഇത് എക്സ്പ്രസ് ചെയ്യുക പലപ്പോഴും ആങ്കർ എന്ന രീതിയിലും വയലൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. പക്ഷെ പേരൻസ് എന്ത് ചെയ്യും? ഇവരെ അത് പണിഷ് ചെയ്തോ അതുപോലെ തന്നെ പല രീതിയിൽ ഇത് കുഞ്ഞുങ്ങളുടെ ആ ഇമോഷൻ നീഡ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവരിതിൻ്റെ പുറത്തുള്ള ഇഷ്യൂസ്, ഈ ദേഷ്യം എന്ന ആ ഒരു ഇമോഷനെ അവരെ ചിലപ്പോൾ ചീത്ത പറഞ്ഞോ അതുപോലെ തന്നെ സപ്രസ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളോട് പറയും. ഇത് പലപ്പോഴും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ആ ഫ്രസ്ട്രേഷൻ കുഞ്ഞുങ്ങൾ അത് ഇൻറ്റേർണലൈസ് ചെയ്ത് സപ്രസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോ ടൈമും ഇതിങ്ങനെ സപ്രസ് ചെയ്ത് ഇതെല്ലാം ഇൻറ്റേർണലൈസ് ചെയ്ത് ഇവരുടെ അഡൽട്ട് ലൈഫിൽ ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ലഭിക്കാതെ പോയിട്ടുള്ള ഈ വാലിഡേഷനോ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവോ അതുപോലെ തന്നെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ടായിരിക്കും പലപ്പോഴും ഈ ചൈൽഡ് ഇവരുടെ അഡൽട്ട് ലൈഫിലും തേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടാതാവുന്നത് കൊണ്ടാണ് അഡൽട്ട് ലൈഫിൽ പല രീതിയിൽ ആങ്കർ ഇഷ്യൂസ് ആയിട്ടും പല പ്രസൻറ്റിങ് ഇഷ്യൂസ് ആയിട്ടും ഇത്